ഹലോ ഹായ് എല്ലാവർക്കും ലേണോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ജൂൺ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെയും അതുപോലെ തന്നെ രണ്ടാമത്തെ ആഴ്ചയിലെയും കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജൂൺ 1 തൊട്ട് 16 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സും എല്ലാ മാസത്തിലും ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെയുള്ള വീക്ക്ലി കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും നമ്മുടെ ലേൺ എന്നുള്ള ചാനലുണ്ട്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഓർബിറ്റൽ പ്രോപ്പ് ദാറ്റ് വിൽ ക്യാരി പീപ്പിൾ ടു ദ മൂൺ ഇൻ 2030? അതായത് 2030 ചന്ദ്രനിലേക്ക് ആളുകളെ അയക്കുന്ന ദൗത്യത്തിന്റെ പേരെന്താണ്? 2030 ചന്ദ്രനിലേക്ക് ആളുകളെ എത്തിക്കുന്ന ദൗത്യത്തിന് ചൈന ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഒരു ഭ്രമണപഥ പേടകമാണ്, അതിന് ചൈന ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് മെങ്സു. 2030 ചന്ദ്രനിലേക്ക് ആളുകളെ എത്തിക്കുന്ന ദൗത്യത്തിന്റെ ഭ്രമണപഥ പേടകത്തിന് ചൈന മെങ്സു എന്ന പേരാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെങ്സു എന്ന വാക്കിന്റെ അർത്ഥം സ്വപ്നവാഹനം എന്നാണ്. മെങ്സു സ്വപ്നവാഹനം എന്നാണ് ഇതിന്റെ അർത്ഥം. 3 യാത്രികരെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള കഴിവാണ് മെങ്സു ദൗത്യം. മെങ്സു പേടകത്തിൽ നിന്ന് യാത്രികരുമായി ചന്ദ്രനെ തൊടുന്ന ലാൻഡറിന്റെ പേര് ലാൻയുയി എന്നാണ്. ലാൻയുയി. ചന്ദ്രനെ പുണരുക എന്നാണ് ലാൻയുടെ അർത്ഥം. ചൈനയിൽ ടാങ് രാജവംശകാലത്തുണ്ടായ കവിയായ ലിബായുടെ കാവ്യങ്ങളുള്ള വാക്കുകളാണ് ഇതൊക്കെ. ലാൻയു, അതുപോലെ തന്നെ മെങ്സു. മെങ്സുവിന്റെ അർത്ഥം എന്താണ്? സ്വപ്നവാഹനം. ലാൻയുയിന്റെ അർത്ഥം എന്താണ്? ചന്ദ്രനെ പുണരുക എന്നതാണ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, വിച്ച് കൺട്രി ടെസ്റ്റഡ് ഫൈറ്റർ എയർക്രാഫ്റ്റ് വിത്തൗട്ട് പൈലറ്റ്? അതായത് പൈലറ്റ് ഇല്ലാതെ യുദ്ധവിമാനം പരീക്ഷിച്ച രാജ്യം ഏതാണ്? പൈലറ്റ് ഇല്ലാതെ യുദ്ധവിമാനം പരീക്ഷിച്ച രാജ്യം ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് അമേരിക്ക. സൈനിക വ്യോമയാന രംഗത്തെ AI ഉപയോഗത്തിൽ നിർണായക ചുവടുവയ്പായി അമേരിക്ക പൈലറ്റ് ഇല്ലാത്ത യുദ്ധവിമാനം പരീക്ഷിച്ചിരിക്കുകയാണ്. കാലിഫോർണിയയിലെ എഡ്വേർഡ് വ്യോമതാവളത്തിൽ നിന്ന് മെയ് 4 പറന്നുയർന്ന F-16 വിസ്റ്റയുടെ യുദ്ധവിമാനമാണ് AI നിയന്ത്രണത്തിൽ പറന്ന് ചരിത്രം കുറിച്ചിരിക്കുന്നത്. US വ്യോമസേന സെക്രട്ടറി ഫ്രാങ്ക് കെഞ്ചലിനെ വഹിച്ചായിരുന്നു മണിക്കൂറിൽ 885 കിലോമീറ്റർ വേഗത്തിലുള്ള യാത്ര. അപ്പോൾ ഏത് രാജ്യമാണ് പൈലറ്റ് ഇല്ലാതെ യുദ്ധവിമാനം പരീക്ഷിച്ച രാജ്യം ഏതാണെന്നാണ് ചോദ്യം. അല്ലെ, ഏതാണ്? അമേരിക്കയാണ്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് കൺട്രി ഇൻട്രൊഡ്യൂസ്ഡ് ദ വേൾഡ് ഫസ്റ്റ് ഡിപ്ലോമാറ്റിക് റെപ്രസെൻറ്റേറ്റീവ്? വിച്ച് കൺട്രി ഇൻട്രൊഡ്യൂസ്ഡ് ദ വേൾഡ് ഫസ്റ്റ് ഡിപ്ലോമാറ്റിക് റെപ്രസെൻറ്റേറ്റീവ്? അതായത് ലോകത്തെ തന്നെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ലോകത്തെ തന്നെ ആദ്യമായി നയതന്ത്ര പ്രതിനിധിയെ അവതരിപ്പിച്ചത് എയുടെ കാലഘട്ടമാണ്. അല്ലെ, പൈലറ്റ് ഇല്ലാത്ത യുദ്ധവിമാനമായി അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് റെപ്രസെൻറ്റേറ്റീവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ഏത് രാജ്യമാണ്? ദ റൈറ്റ് ആൻസർ ഈസ് യുക്രൈൻ. AI അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി, അല്ലെ, അതിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ തന്നെ ആദ്യത്തെ ഡിപ്ലോമാറ്റിക് റെപ്രസെൻറ്റേറ്റീവ് അഥവാ നയതന്ത്ര പ്രതിനിധി അവതരിപ്പിച്ചിരിക്കുകയാണ് യുക്രൈൻ. വിക്ടോറിയ ഷീ SHI എന്നാണ് പേര്. ആ പേര് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടോറിയ എന്ന പേര് വിക്ടറി എന്ന വാക്കിൽ നിന്നും ഷീ എന്ന വാക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ യുക്രൈനിൽ ഉപയോഗിക്കുന്ന ഷ്ടുചുനി ഇംഗ്ലീഷ് എന്ന പ്രയോഗത്തിൽ നിന്നും എടുത്തതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, വിച്ച് സിറ്റി ഹാസ് ബീൻ ഡിക്ലെയർഡ് ബൈ യുനെസ്കോ ആസ് ദ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ഫോർ 2024? അതായത് 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച സിറ്റി ഏതാണ്? ലോക പുസ്തക തലസ്ഥാനം, വേൾഡ് ബുക്ക് ക്യാപിറ്റൽ സിറ്റി ബൈ WBCC. ഫ്രാൻസിലെ സ്ട്രാസ്ബുർഗിനെ 2024 ലോക പുസ്തക തലസ്ഥാനമായി അതായത് വേൾഡ് ബുക്ക് ക്യാപിറ്റൽ സിറ്റി ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ട്രാസ്ബുർഗ്. ഓക്കെ, ഫ്രാൻസിലെ സിറ്റിയുടെ പേരെന്താണ്? സ്ട്രാസ്ബുർഗ് എന്ന സിറ്റിനെയാണ് നമ്മൾ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ സിറ്റി ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശാസ്ത്രം, സംസ്കാരം, സുരക്ഷ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ ഉന്നമനത്തിനായി നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. കഴിഞ്ഞ വർഷം ഗാനയിലെ ആക്ര നഗരമായിരുന്നു ഈ പദവി ലഭിച്ചത്. അടുത്ത വർഷം ഈ പദവി പ്രഖ്യാപിച്ചിരിക്കുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോ. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ഹു അച്ചീവ്ഡ് ദ റെക്കോർഡ് ഓഫ് ബീങ് ദ ഫസ്റ്റ് ഇന്ത്യൻ ബോളർ ടു സ്കോർ 350 വിക്കറ്റ്സ് ഇൻ T20 ക്രിക്കറ്റ്? അതായത് 2020 ക്രിക്കറ്റിൽ 350 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബോളർ എന്ന റെക്കോർഡ് നേടിയ താരം ആരാണ്? 2020 ക്രിക്കറ്റിൽ
350 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബോളർ എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് യൂസ്വേന്ദ്ര ചഹൽ. 2020 ക്രിക്കറ്റിൽ 350 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബോളർ എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? യൂസ്വേന്ദ്ര ചഹലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 301 മത്സരങ്ങളിൽ നിന്നാണ് ലെഗ് സ്പിൻ ബോളറായ ചഹലിന്റെ നേട്ടം. ഋഷഭ് പന്താണ് ചഹലിന്റെ 350-ാം വിക്കറ്റ്. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം, IPL ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം എന്നീ റെക്കോർഡുകളും ഹരിയാനയിൽ നിന്നുള്ള യൂസ്വേന്ദ്ര ചഹലിന്റെ പേരിലാണ്. ആറാമത്തെ ചോദ്യം, വെൻ ഈസ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ സെലിബ്രേറ്റഡ്? ഇന്റർനാഷണൽ നഴ്സസ് ഡേ എന്നാണെന്നാണ് ചോദ്യം. എന്നാണ്? ദ റൈറ്റ് ആൻസർ ഈസ് May 12. May 12 ഈസ് കൺസിഡർഡ് ആസ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ. എന്താണ്? നമ്മൾ പറഞ്ഞു മെയ് 12 ആണ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ തീം എന്താണ്? അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, ദ എക്കണോമിക് പവർ ഓഫ് കെയർ. എന്താണ് അതിന്റെ തീം? എന്താണ്? അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, ദ എക്കണോമിക് പവർ ഓഫ് കെയർ. ഏഴാമത്തെ ചോദ്യം, വിച്ച് ഡേ ഹാസ് ബീൻ പ്രൊക്ലൈംഡ് ആസ് വേൾഡ് ഫുട്ബോൾ ഡേ ഇൻ UN ജനറൽ അസംബ്ലി? വിച്ച് ഡേ ഹാസ് ബീൻ പ്രൊക്ലൈംഡ് ആസ് വേൾഡ് ഫുട്ബോൾ ഡേ? വേൾഡ് ഫുട്ബോൾ ഡേ എന്നാണ്? മെയ് 25-നാണ്. വേൾഡ് ഫുട്ബോൾ ഡേ എന്നാണ്? മെയ് 25-നാണ്. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, വിച്ച് കൺട്രി ഹാസ് റീസെന്റ്ലി എക്സ്റ്റെൻഡഡ് ദ ഡെഡ്ലൈൻ ഫോർ വിസ ഫ്രീ എൻട്രി ഫോർ ഇന്ത്യൻസ്? Which country has recently extended the deadline for visa free entry for Indians? The right answer is Sri Lanka. Sri Lanka has recently extended the deadline for visa free entry for Indians. ശ്രീലങ്കയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ അയൽരാജ്യമാണ് ശ്രീലങ്ക, അല്ലെ? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഏത്? ശ്രീലങ്ക. ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്നറിയപ്പെടുന്ന രാജ്യവും ശ്രീലങ്ക തന്നെയാണ്. കണ്ണുനീർ തുള്ളി പോലെയാണ്, അല്ലെ? ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്നറിയപ്പെടുന്ന രാജ്യം ഏത് തന്നെയാണ്? ശ്രീലങ്ക തന്നെയാണ്. സിലോൺ സരൺദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക. സിലോൺ സരൺദ്വീപ്. ഇന്ത്യയുടേതിന് സമാനമായ പ്രാദേശിക സമയമുള്ള രാജ്യം. ഇന്ത്യയുടേതിന് സമാനമായ പ്രാദേശിക സമയമുള്ള രാജ്യം അത് ഏത് തന്നെയാണ്? ശ്രീലങ്ക തന്നെയാണ്. നമ്മൾ പറഞ്ഞു സിലോൺ സരൺദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക എന്ന് പറഞ്ഞല്ലേ. സിലോൺ എന്ന പേര് ശ്രീലങ്ക എന്ന് മാറ്റിയത് 1972-ലാണ്. സിലോൺ എന്ന പേര് ശ്രീലങ്ക എന്ന് മാറ്റിയത് 1972-ലാണ്. ബ്രിട്ടീഷുകാരിൽ നിന്നും ശ്രീലങ്ക സ്വതന്ത്രമായ വർഷം 1948 ഫെബ്രുവരി 4-നാണ്. അപ്പോൾ ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? 1948 ഫെബ്രുവരി 4-ആണ്. ഔദ്യോഗിക ഭാഷകൾ 3 സിംഹള, തമിഴ്, ഇംഗ്ലീഷ് എന്നിവയാണ് ശ്രീലങ്കയുടെ ഔദ്യോഗിക ഭാഷകൾ. ഔദ്യോഗിക മൃഗം സിംഹമാണ്. പക്ഷി കാട്ടുകോഴിയാണ്. പുഷ്പം ബ്ലൂ വാട്ടർ ലില്ലിയാണ്. നാണയം ശ്രീലങ്കൻ റുപ്പി. അപ്പൊ മറന്നുപോയരുത്. എന്താണ് പറഞ്ഞത്? സ്വാതന്ത്ര്യമായ ദിനം, സ്വതന്ത്ര ദിനം എന്നാണ് 1948 ഫെബ്രുവരി 4-നാണ്. ഭാഷകൾ ഏതൊക്കെയാണ്? സിംഹള, തമിഴ്, ഇംഗ്ലീഷ്, അല്ലെ? മൃഗം സിംഹമാണ്. പക്ഷി കാട്ടുകോഴിയാണ്. പുഷ്പം ഏതാണ്? ബ്ലൂ വാട്ടർ ലില്ലിയാണ്. നാണയം ഏതാണ്? ശ്രീലങ്കൻ റുപ്പിയാണ്, അല്ലെ? ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? പാക് കടലിടുക്കാണ്. ശ്രീലങ്കയെ കുറിച്ച് ഇതിനു മുന്നേ വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം എന്ന പദവി ലഭിച്ച കരിമീൻ ഇന്ത്യയിലല്ലാതെ ലോകത്ത് വേറെ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത്? അപ്പൊ കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമാണ് കരിമീൻ, അല്ലെ? അത് ഇന്ത്യയിലല്ലാതെ ലോകത്ത് വേറെ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് പാകിസ്ഥാൻ, ശ്രീലങ്ക, പെറു, നെതർലാൻഡ് ഒക്കെ തന്നിട്ടുണ്ട്. അത് ശ്രീലങ്കയാണ്. അപ്പൊ കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം എന്ന പദവി ലഭിച്ച കരിമീൻ ഇന്ത്യയിലല്ലാതെ ലോകത്ത് വേറെ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത്? അത് ശ്രീലങ്കയിലാണ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഹാസ് സ്റ്റാർട്ടഡ് സ്കൂൾ ഓഫ് വീൽസ് ഇനിഷ്യേറ്റീവ്? അതായത് സ്കൂൾ ഓൺ വീൽ സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? സ്കൂൾ ഓൺ വീൽ സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് മണിപ്പൂർ. മണിപ്പൂർ ഹാസ് സ്റ്റാർട്ടഡ് സ്കൂൾ ഓൺ വീൽസ് ഇനിഷ്യേറ്റീവ്. മണിപ്പൂർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? രത്നങ്ങളുടെ നാട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഏത്? മണിപ്പൂർ ആണ്. മണിപ്പൂരിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? മാവോ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് തന്നെയാണ്? മണിപ്പൂർ തന്നെയാണ്.
നമ്മൾ പറഞ്ഞു ലോകത്തിലെ തന്നെ ഒഴുകുന്ന ഏക ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണെന്ന് പറഞ്ഞു. ആ ദേശീയോദ്യാനത്തിന്റെ പേരെന്താണ്? കേബിൾ ലംജാവോ എന്നാണ്. കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോക്തക് തടാകത്തിലാണ്. ലോക്തക് തടാകത്തിലാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ലോക്തക് തടാകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം. അപ്പൊ ലോക്തക് തടാകത്തിലാണ് കേബിൾ ലംജാവോ സ്ഥിതി ചെയ്യുന്നത്. കേബിൾ ലംജാവോയുടെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ തന്നെ ഒഴുകുന്ന ഏക ദേശീയോദ്യാനമാണ് കേബിൾ ലംജാവോ. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. ഹൂ വിൽ ബി ദ ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യൻ വിമൻ ക്രിക്കറ്റ് ടീം 2024? 2024 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? 2024 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? The right answer is Harmanpreet Kaur. Harmanpreet Kaur is the captain of Indian Women Cricket Team 2024. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം. Who is the all-time ടോപ്പ് സ്കോറർ ഇൻ ഇന്ത്യൻ ഫുട്ബോൾ? അതായത് ഇന്ത്യൻ ഫുട്ബോളിലെ എക്കാലത്തെയും ടോപ്പ് സ്കോറർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഫുട്ബോളിലെ എക്കാലത്തെയും ടോപ്പ് സ്കോറർ എന്നറിയപ്പെടുന്നത് ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് സുനിൽ ഛേത്രി. ഇന്ത്യൻ ജേഴ്സിയിൽ 150 മത്സരങ്ങൾ കളിച്ച ഛേത്രി 94 ഗോളുകളാണ് സ്കോർ ചെയ്തത്. 150 മത്സരങ്ങളും 94 ഗോളുകളും. രാജ്യാന്തര ഫുട്ബോളിലെ നിലവിലെ താരങ്ങളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും മാത്രമാണ് ഗോൾ വേട്ടയിൽ ഛേത്രിയുടെ മുന്നിലുള്ള താരങ്ങൾ. US മേജർ ലീഗ് സോക്കറിലെ കാൻസാൻ സിറ്റി വിസാർഡ്സ്, പോർച്ചുഗൽ ലീഗിലെ സ്പോർട്ടിംഗ് ലിസ്ബൺ എന്നീ ക്ലബ്ബുകളുടെയും ഭാഗമായിട്ടുള്ള ഇന്ത്യൻ സ്ട്രൈക്കർ 2005 പാകിസ്ഥാനെതിരെയാണ് രാജ്യാന്തര അരങ്ങേറ്റം കുറിച്ചത്. ISLൽ ബംഗളൂരു FC താരമാണ് സുനിൽ ഛേത്രി. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. ഹു ഈസ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് സിംഗപ്പൂർ? സിംഗപ്പൂരിലെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? സിംഗപ്പൂരിലെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ലോറൻസ് വോങ്. സിംഗപ്പൂരിലെ പുതിയ പ്രധാനമന്ത്രിയായി ലോറൻസ് വോങ് മെയ് 15 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുണ്ട്. ലീ ഷിയാൻ ലുങ്ങിന്റെ പിൻഗാമിയായാണ് 51കാരനായ വോങ് ഭരണത്തിലെത്തുന്നത്. ആരാണ് ലീ ഷിയാൻ ലുങ്? 2 ദശകം നീണ്ട ഭരണം കാഴ്ചവെച്ച വ്യക്തിയാണ് ലീ ഷിയാൻ. അപ്പൊ 2 ദശകം നീണ്ട ഭരണത്തിന് ശേഷം ലീ ഷിയാൻ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. ലീ ലുങ്ങിനൊപ്പം ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ലോറൻസ് വോങ്. സിംഗപ്പൂരിൽ അടുത്ത വർഷം പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി പദത്തിൽ വരുന്ന മാറ്റം. അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം. ഹൂ വാസ് സെലക്ടഡ് ഫോർ കരോൾ ഷീൽസ് നോബൽ പ്രൈസ്? കരോൾ ഷീൽസ് നോബൽ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കരോൾ എന്ന് പറയാം, അല്ലെങ്കിൽ കാരൽ എന്ന് പറയാം. അപ്പോൾ കരോൾ ഷീൽസ് നോബൽ പ്രൈസിന് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഗണേശാനന്ദൻ. ശ്രീലങ്കൻ വംശജയായ അമേരിക്കൻ എഴുത്തുകാരി വി ഗണേശാനന്ദന്റെ ബ്രദർലെസ് നൈറ്റ് എന്ന നോവലാണ് കാരൽ ഷീൽസ് നോബൽ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടത്. അമേരിക്കയിലെയും കാനഡയിലെയും സ്ത്രീ എഴുത്തുകാർക്ക് നൽകുന്ന പുരസ്കാരമാണിത്. സ്ത്രീകൾക്ക് മാത്രമായി നൽകുന്ന സാഹിത്യ പുരസ്കാരങ്ങളിൽ ലോകത്ത് ഏറ്റവും വലിയ സമ്മാനത്തുക നൽകുന്നതാണ് കാരൽ ഷീൽസ് പുരസ്കാരം. അതായത് $1,50,000, ഏകദേശം 1.23 കോടി രൂപ വരും. $1,50,000 ആണ് ആർക്ക് കൊടുക്കുന്നത്? ഏത് പുരസ്കാരത്തിന് കൊടുക്കുന്നത്? കാരൽ ഷീൽസ് പുരസ്കാരത്തിന് നൽകുന്നത്. അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം. ഹൂ വോൺ ദ സ്പാനിഷ് നാഷണൽ ഫുട്ബോൾ ലീഗ്? സ്പാനിഷ് ദേശീയ ഫുട്ബോൾ ലീഗിൽ ജേതാക്കളായത് ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് റയൽ മാഡ്രിഡ്. സ്പാനിഷ് ദേശീയ ഫുട്ബോൾ ലീഗിൽ ലാ ലിഗയിൽ റയൽ മാഡ്രിഡ് ആണ് ജേതാക്കളായത്. ഈ സീസണിൽ ലീഗിലെ 4 മത്സരം ബാക്കി നിൽക്കെയാണ് റയൽ ജേതാക്കളായത്. റയൽ മാഡ്രിഡിന്റെ 36ാം കിരീട വിജയമാണിത്. 1929 തുടക്കമിട്ട ഫുട്ബോൾ ലീഗിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ എന്ന റെക്കോർഡും റയൽ മാഡ്രിഡിന്റെ പേരിലാണ്. ഈ വർഷത്തെ യുവേഫ ചാമ്പ്യൻഷിപ്പ് ലീഗിന്റെ ഫൈനലും ഇടം നേടിയ ടീമാണ് റയൽ മാഡ്രിഡ്. അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം. വേർ വാസ് വേൾഡ് ഹൈഡ്രജൻ സബ്മിറ്റ് 2024 റീസെന്റ് ഹെൽഡ്? വേർ വാസ് വേൾഡ് ഹൈഡ്രജൻ സബ്മിറ്റ് 2024 റീസെന്റ് ഹെൽഡ്? എവിടെയാണ് വേൾഡ് ഹൈഡ്രജൻ സമ്മിറ്റ് 2024 എവിടെയാണ് നടന്നത്? എവിടെയാണ്? ദ റൈറ്റ് ആൻസർ ഈസ് നെതർലാൻഡ്സ്. റോട്ടർഡാം, നെതർലാൻഡ്സിലെ റോട്ടർഡാമിലാണ് വേൾഡ് ഹൈഡ്രജൻ സമ്മിറ്റ് 2024 നടന്നത്. ഓക്കെ, അപ്പം നമ്മൾ ജൂൺ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലും 2ാമത്തെ ആഴ്ചയിലും കറണ്ട് അഫയേഴ്സ്, അതായത് ജൂൺ 1 തൊട്ട് 16 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളൊരു വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.
എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? മെങ്സു എന്താണെന്ന് പറഞ്ഞു. എന്താണ് മെങ്സു? 2030 ചന്ദ്രനിലേക്ക് ആളുകളെ എത്തിക്കുന്ന ദൗത്യത്തിന്റെ ഭ്രമണപഥ പേടകത്തിന്റെ പേരാണ് മെങ്സു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഷി, ലോകത്തെ തന്നെ ആദ്യ AI ഡിപ്ലോമാറ്റിന്റെ പേരാണ് ഷി എന്ന് നമ്മൾ പറഞ്ഞു. പൈലറ്റ് ഇല്ലാതെ യുദ്ധവിമാനം പരീക്ഷിച്ച രാജ്യമാണ് അമേരിക്ക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.